കട്ടപ്പന നഗരസഭ കൊച്ചുതോവാള പൂവേഴ്സ് മൗണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കി തുറന്നു നൽകി 18 ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ നവീകരണം നടത്തിയത്. വാർഡ് കൗൺസിലർ സിബി പാർപ്പായി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 2023-24, 2024-25 വാർഷിക പദ്ധതികളിലായി 2 ഘട്ടമായി പൂർത്തീകരിച്ച റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. 11 ലക്ഷവും 7 ലക്ഷം രൂപയും ഉപയോഗിച്ച 2 ഭാഗങ്ങളിലായിട്ടാണ് നവീകരണം നടത്തിയത്. ഗതാഗത യോഗ്യമായ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സിബി പാർപ്പായി നിർവഹിച്ചു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ 2023-24, 24-25 2 സാമ്പത്തിക വർഷത്തെ പദ്ധതികളിൽപ്പെടുത്തി 11 ലക്ഷം രൂപ കൊണ്ട് താഴത്തുവശവും 7 ലക്ഷം രൂപ കൊണ്ട് ഇപ്പം മോളുവശവും അങ്ങനെ ഉൾപ്പെടെ 18 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയാണ്. ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്കറിയാം, ഈ റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം നമ്മൾ പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും 2ാം ഘട്ടം ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം വളരെ മോശമായി കിടക്കുകയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ യാത്രാ ക്ലേശം വളരെ വലുതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും തുക മുടക്കി നമ്മൾ ഇന്ന് നഗരസഭയിൽ നിന്നും ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും ഇതിന്റെ താഴത്തുവശം ഒരു പാലംമുട്ടിക്കാരുടെ ആ ഭാഗം ഒരു 128 മീറ്റർ കൂടി കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ആ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 2025 ഈ വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തതും പ്രകാരം 6 ലക്ഷം രൂപ കൂടി വേണം. ആ 6 ലക്ഷം രൂപ 2025-26 വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം തന്നെ നടക്കും എന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. റോഡിന് 128 മീറ്റർ ദുർഘടമായി കിടക്കുകയാണ്. അതിനായി ഈ വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ അനുവദിച്ചു. അടുത്ത മാസം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം മേഖലയിലെ കുടിവെള്ള പദ്ധതിക്കായി 4 ലക്ഷം രൂപ അനുവദിച്ചു. മോട്ടോറും പൈപ്പുകളും ഇറക്കി ഉടൻ തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്ന് സിബി പാർപ്പായി വ്യക്തമാക്കി. കൊച്ചുതോവാള പൂവേഴ്സ് മൗണ്ട് റോഡ് നാളുകളെ തകർന്നു കിടക്കുകയായിരുന്നു. മിച്ചമുള്ള 128 മീറ്റർ കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. റോഡിന്റെ ഉദ്ഘാടന യോഗത്തിന് ജോസ് ഏത്തക്കാട്ട്, അനിൽകുമാർ മങ്ങാട്ടുകാവിൽ, രതീഷ് ഒരുപ്പുകാട്ട്, ഓമനാവാഴിയിൽ, മനോജ് ഇല്ലിമൂട്ടിൽ, മനോജ് തുണ്ടത്തിൽ, ജേക്കബ് ഊര്യാക്കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.